ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇസ്രായേൽ ഏത് നേരം വേണമെങ്കിലും ഇറാനെ കയറിയടിക്കും. എല്ലാ പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. ഒരു ചർച്ച അതിൻ്റെ പരമോന്നതിയിൽ എത്തുന്ന സമയത്ത് ഇസ്രായേൽ ഒന്നും നോക്കാണ്ട് കയറിയടിക്കുന്നതാണ്. ഇന്നലെ ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു പ്രസ്താവനയും അത് വ്യക്തമാക്കി കാണിക്കുന്ന ഒരു കാര്യമാണ്. 10 ദിവസമാണ് ഇസ്രായേലിന് സമയം കിട്ടിയത്. അതായത് തോറ്റ അമ്പി അപ്പിയിട്ട് തൂറി മെഴുകിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിന് ഒരു 10 ദിവസത്തെ ഗ്യാപ്പ് കിട്ടുകയാണ് കംപ്ലീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രസിഡന്റ് അങ്ങോട്ട്, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് അങ്ങോട്ട് ഇറാന്റെ കാല് പിടിച്ചിട്ട് സീസ് ഫയർ അങ്ങോട്ട് പ്രഖ്യാപിച്ച് ആ നേരം കൊണ്ട് ഇസ്രായേലിൽ കംപ്ലീറ്റ് കാലിയായ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വീണ്ടും അടിക്കാം എന്നുള്ളൊരു മോഹത്തിൽ നിൽക്കുന്ന ഇസ്രായേലിനെ നമ്മൾ ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളും അവരുടെ പൗരന്മാരോണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഉദ്യോഗസ്ഥരോണ്ട് എത്രയും പെട്ടെന്ന് ഇറാൻ വിട്ടുപോകാനുള്ള ഒരു മെമ്മോ, പെട്ടെന്നുള്ള ഒരു അർജന്റ് മെമ്മോയും കൂടെ കൊടുത്തിട്ടുണ്ട്. അബ്ബാസ് അറാക്ചി ഇന്ന് വൈകിട്ട് ഇപ്പോൾ ഇസ്ലാമാബാദിൽ എത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഒമാനും അതുപോലെ തന്നെ പാകിസ്ഥാനും മറ്റു പല 2-3 രാജ്യങ്ങളുമായിട്ടുള്ള ഒരു പൂർണ്ണ ചർച്ചയിലോട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ അടിസ്ഥാനം എന്താണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് എത്തുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തോട്ട് വരുന്നത്. ഇറാന്റെ ഹൻദാല എന്ന് പറഞ്ഞിട്ടുള്ള ഹാക്കേഴ്സ് ഗ്രൂപ്പ് പുതുതായിട്ട് പുറത്തോട്ട് വിട്ടിട്ടുള്ള ചില വീഡിയോസും ഇമേജസും വന്നിട്ടുണ്ട്. ഇതിൽ കാണിച്ചിട്ടുള്ളത് ഇസ്രായേലിൻ്റെ തന്നെ ആണവ ശാസ്ത്രജ്ഞനായിട്ടുള്ള ആളുടെ വീഡിയോസും ഫോട്ടോസും, അല്ലെങ്കിൽ അയാൾ കൊടുക്കുന്ന ക്ലാസ്സുകളും അയാളുടെ സ്റ്റുഡൻസിൻ്റെയും ഒക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുകളാണ് പുറത്തോട്ട് വിടുന്നത്. അതായത് ഇറാന്റെ സംഘം എത്രത്തോളം ഇസ്രായേലിൻ്റെ അടുത്തോട്ട് എത്തി, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ആണവ പദ്ധതികളുടെ വരെ അടുത്തോട്ട് എത്തി എന്ന് കാണിക്കുന്ന കുറേ ഇമേജസും വീഡിയോസും. ഇതേ സ്ഥാനത്ത് തന്നെ അമേരിക്കയുടെ കയ്യിലുള്ള യുദ്ധ ഉപകരണങ്ങൾ, അല്ലെങ്കിൽ യുദ്ധ വെടിക്കോപ്പുകളും മറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിലും ഗണ്യമായിട്ടുള്ള കുറവുണ്ടായിട്ടുണ്ട് ഈ ഒരു യുദ്ധത്തിൻ്റെ ശേഷം. പ്രത്യേകിച്ച് ഇപ്പോൾ റീഫില്ലിങ് വീണ്ടും ഇസ്രായേലിലോട്ടും മറ്റ് ഗൾഫ് കൺട്രീസിലോട്ടും നടത്തിയിട്ടുണ്ട്. അതോടുകൂടി ഏകദേശം 50% അല്ലെങ്കിൽ 30% വരുന്ന ഇടിവ് ഈ അമേരിക്കയുടെ കയ്യിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അമേരിക്കയുടെ പല ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളും പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കുറച്ച് യുദ്ധത്തിൻ്റെ അപ്ഡേറ്റുകളിലോട്ട് പോവാം. വലിയ രീതിയിലുള്ള അപ്ഡേറ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് വേറെ വീഡിയോസും ചെയ്യാതിരുന്നത്. പക്ഷേ ഇപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് പറയേണ്ടതായിട്ടുണ്ടെന്ന് തോന്നി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇസ്ലാമാബാദിലോട്ട് എത്തുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇസ്ലാമാബാദിൽ, പാകിസ്ഥാനിൽ, അതുപോലെ തന്നെ കൂടെ മസ്കറ്റ്, മോസ്കോ, റഷ്യ എന്നീ നഗരങ്ങളുമാണ് അദ്ദേഹം സന്ദർശിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതായത് ഇന്ന് ഇസ്ലാമാബാദും അത് കഴിഞ്ഞ് അവിടുന്ന് മസ്കറ്റിലോട്ടും പിന്നെ അവിടുന്ന് മോസ്കോയിലോട്ടും ഡയറക്റ്റ് റഷ്യയുടെ അടുത്തോട്ടുമാണ് പോകുന്നത്. ഇത് യുദ്ധതന്ത്രങ്ങളുടെ പുതിയ തന്ത്രം മെനയാനാണോ റഷ്യയിലോട്ട് പോകുന്നത്? അതേ സമയത്ത് തന്നെ ഇപ്പം ട്രംപ് പിന്നാലെ വരുന്നുണ്ട്, കാല് പിടിച്ച് ട്രംപ് പിന്നാലെ പോകുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒരു സീസ് ഫയർ അതല്ലെങ്കിൽ യുദ്ധം നിർത്താനുള്ള ഒരു കരാറിലോട്ട് വരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് കാണാം, അല്ലെങ്കിൽ ട്രംപിന് ഒരു സമാധാനം ആയിക്കോട്ടെ എന്നുള്ള രീതിയിലായിരിക്കാം പാകിസ്ഥാനിലോട്ടും മസ്കറ്റിലോട്ടും, ഈ 2 രാജ്യങ്ങളാണ് അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളുകൾ, അപ്പോൾ അവരുടെ അടുത്തോട്ടും പോകുന്നത് എന്നായിരിക്കാനാണ്. അത് കഴിഞ്ഞ് അവസാന ട്രിപ്പാണ് റഷ്യ മോസ്കോയിലോട്ട് ഉള്ള ഒരു പ്ലാൻ, ഈ ഒരു ടൂറിൻ്റെ പ്ലാനിൽ വന്നിട്ടുള്ളത്. നയതന്ത്ര ചർച്ചകളായിരിക്കാം ഇതിലെ വലിയ പ്രാധാന്യമുണ്ട്. മേഖലയിലെ നിലവിലെ സംഘർഷാവസ്ഥ പരിഹരിക്കുന്നതിനായിട്ടാണ് പാകിസ്ഥാൻ, ഒമാൻ എന്നീ രാജ്യങ്ങളിലോട്ട് പോകുന്നത്. അതേ സ്ഥാനത്ത് തന്നെ റഷ്യ രാജ്യങ്ങളിലോട്ട് പോകുന്നതിനുള്ള അതിൻ്റെ ഉള്ളിൽ മറ്റു വല്ല രഹസ്യ ചർച്ചകളുണ്ടോ എന്നുള്ളത് ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ നടത്തുന്ന നീക്കങ്ങൾ, പ്രത്യേകിച്ച് ഹോർമോസിൻ്റെ ബ്ലോക്കേജും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ഇറാൻ ഏത് രീതിയിലാണ് ചെറുത്ത് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് പറ്റി കൂടുതൽ ചർച്ച ചെയ്യാനും ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കരാറിലോട്ട് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. വെറുതെ 1-2 ദിവസം പറഞ്ഞിട്ടുള്ള പരിപാടികളല്ല, ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ സമ്മതിച്ചുകൊണ്ട് ഒരു യുദ്ധം നിർത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകാം എന്ന് മാത്രമേ ഇറാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളൂ. അത് തന്നെ ആയിരിക്കണം ഈ ചർച്ചയുടെ അല്ലെങ്കിൽ ഈ ഒരു വിസിറ്റിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ. കാരണം ഓൾറെഡി അമേരിക്കൻ സംഘം കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇസ്ലാമാബാദിൽ തമ്പടിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇറാനും കാത്ത്. അതിൻ്റെ ഭാഗമായിരിക്കാം ഇസ്ലാമാബാദിലോട്ടുള്ള ഇപ്പം അബ്ബാസ് അറാക്ചിയുടെ ഈ ഒരു യാത്ര എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മളിതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇന്നലെ ഇസ്രായേലി IDFും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇന്നലെ ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ നമ്മളെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ഞങ്ങൾ യുദ്ധത്തിന് എല്ലാം കൊണ്ടും ഞങ്ങൾ സജ്ജമാണ്. അതായത് ഇസ്രായേലി ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ കേറ്റ്സ് ആണ് ഇത് കാര്യം പുറത്തോട്ട് പറഞ്ഞിട്ടുള്ളത്. ഇസ്രായേൽ ഈസ് പ്രിപ്പയർഡ് ടു റിന്യൂ ദ വാർ അഗെയിൻസ്റ്റ് ഇറാൻ. അതായത് കഴിഞ്ഞ 10-35 ദിവസങ്ങളായിട്ട് തോറ്റ അമ്പി അല്ലെങ്കിൽ പൊട്ടേണ്ടതൊക്കെ പൊട്ടി കയ്യിലുള്ള സകല സാധനങ്ങളും അയൺ ഡൗൺ സിസ്റ്റം അടക്കം സകലതും തീർന്ന് മുഞ്ചിത്തെറ്റിയിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഇസ്രായേൽ. ആ സമയത്താണ് അമേരിക്കൻ പ്രസിഡന്റ് ഇറാന് വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും അങ്ങോട്ട് കയറി ഞങ്ങൾ സീസ് ഫയർ പ്രഖ്യാപിച്ച് ഇറാനും തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇറാൻ അംഗീകരിക്കുകയും ചെയ്തു. അത് ഇറാൻ ചെയ്ത തെറ്റാണോ മറ്റു വല്ല തന്ത്രങ്ങളാണോ ഒക്കെ നമുക്കറിയാം. പക്ഷേ ഇതേ സ്ഥാനത്ത് ഇത്രയും ദിവസങ്ങൾ കൊണ്ട് മെഴുകിയിരുന്ന ഈ ഇസ്രായേൽ അവരുടെ മാക്സിമം കഴിഞ്ഞ നമ്മൾ ഒരു 4-5-6 ദിവസം മുമ്പ് ചെയ്ത വീഡിയോകളൊക്കെ നമ്മൾ ഒരുപാട് ഇമേജസും വീഡിയോസും നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. അതായത്
ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം അമേരിക്കയുടെ എയർക്രാഫ്റ്റുകളും അതുപോലെ തന്നെ അമേരിക്കൻ യുദ്ധ ചരക്ക് കപ്പലുകൾ അല്ലെങ്കിൽ ചരക്ക് വിമാനങ്ങൾ ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരുന്നത് ഒന്ന് മിഡിൽ ഈസ്റ്റേൺ ബേസുകളിലോട്ടും പൊളിഞ്ഞ ബേസുകളിലെ റിപ്പയറിങ്ങിൻ്റെ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ പിന്നെ പോയത് ഇസ്രായേലിലെ ബെൻഗുരിയൻ എയർപോർട്ടിലോട്ട് ഒരുപാട് വീഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും ദിവസങ്ങളെ കൊണ്ട് ഇവിടെ തീർന്നു പോയിട്ടുള്ള സകല സാധനങ്ങളും ഫില്ല് ചെയ്യുക, വീണ്ടും ഇറാൻ അടിക്കുക, ഇതായിരുന്നു ഇവരുടെ പ്ലാൻ. അതായിരിക്കും പ്ലാൻ എന്ന് ഇറാനും അറിയാം. ഇറാൻ അറിയാത്തത് കൊണ്ടൊന്നുമല്ല. ഇറാൻ അപ്പോഴൊക്കെ ഓരോ പ്രാവശ്യം ഇറാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് വേണമെങ്കിലും അവിടെ ചെയ്തോ, നിങ്ങൾ തിരിച്ചടിച്ചാൽ വീണ്ടും അതിനേക്കാൾ ശക്തമായിട്ട് അടിക്കാനുള്ള സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം അമേരിക്ക ഒരു സൈഡിൽ കൂടെ ഇത്തരത്തിലുള്ള പല ചർച്ചകളും പല കാട്ടിക്കൂട്ടലും കാണിക്കും. ഇതേ സ്ഥാനത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അവസാന ഘട്ടങ്ങളിലാണ് കഴിഞ്ഞ 2 പ്രാവശ്യം യുദ്ധങ്ങൾ, അത് 12 ദിവസം യുദ്ധം ഉണ്ടായതും ഈ കഴിഞ്ഞ 38 ദിവസത്തെ യുദ്ധം ഉണ്ടായിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവസാന ഘട്ട ചർച്ച നിൽക്കുന്ന സമയത്താണ് ഇസ്രായേൽ അങ്ങോട്ട് കയറി അടിക്കാറ്. നിങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് കുടുങ്ങിയ യുദ്ധത്തിന് അവസാനിപ്പിക്കാണ്ടിരിക്കാൻ ഇസ്രായേൽ അവരുടെ മാക്സിമം ട്രൈ ചെയ്യും. അതിൻ്റെ ഭാഗം തന്നെ ആയിട്ടായിരിക്കണം ഇന്നലെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പം ഇസ്രായേൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ റെഡി ആയി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഈ ഇറാൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ല. കാരണം ഇറാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് വേണമെങ്കിലും അടിച്ചോ, നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു അടി വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്രയും കാലങ്ങളായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ മിസൈൽസിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഞങ്ങൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൻ്റെ എത്രയോ മടങ്ങ് ഞങ്ങളുടെ കയ്യിൽ ഇനിയുണ്ട്, ഞങ്ങൾ തിരിച്ചടിക്കാൻ റെഡിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈവൻ അമേരിക്കയിലും ഇസ്രായേലിനാണെങ്കിലും ഇവരുടെ ഈ താവളങ്ങളൊന്നും കണ്ടുപിടിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഈവൻ ചർച്ചയിൽ പോലും അവസാനത്തോട്ട് അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ആണവ പദ്ധതികളിൽ മാത്രമാണ് ഞങ്ങളുടെ കോൺസെൻട്രേഷൻ എന്നും പറഞ്ഞിട്ടുള്ള ഒരു കാട്ടിക്കൂട്ടൽ ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു എന്താ പറയുക ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഇറാൻ നിറച്ച് വെച്ചിട്ടുള്ള മൈനുകൾ നീക്കം ചെയ്യുന്നതിന് ഏകദേശം 6 മാസം എടുക്കുന്നതാണ് അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ ഒരു കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഇത് മൊത്തം എടുത്ത് നീക്കൽ വലിയൊരു ടാസ്ക് ആണ് എന്നുള്ളത് കൊണ്ടും അമേരിക്ക അവിടെ ഒരു പരിപാടിയും കാണിക്കുക. എന്തുകൊണ്ടാണ് അമേരിക്കയുടെ ഈ ഫൈറ്റർ കാരിയേഴ്സ് ഇത്രോ ദൂരത്ത് ഈ ജോർജ് ഡബ്ല്യു ബുഷും ഇപ്പം റീസെൻ്റ്ലി അങ്ങോട്ട് കൂടിയ ജോർജ് ഡബ്ല്യു ബുഷ്, അതല്ലെങ്കിൽ ഇറാൻ ബോംബിട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇറാൻ കത്തിച്ചിട്ടുള്ള USS ജെറാർഡ് ഫോർഡും അതല്ലെങ്കിൽ എബ്രഹാം ലിങ്കണും ഒക്കെ പട്ടിണിയും പരിവട്ടമായിട്ട് ആയിരക്കണക്കിന് മൈലുകൾ അകലെ പോയിരിക്കുന്നത് ഇവിടുത്തെ മൈനുകളെ പേടിച്ചിട്ടും അതുപോലെ ഇറാൻ്റെ മസ്കിറ്റോ ഫീറ്റുകളെ പേടിച്ചിട്ടും തന്നെയാണ് ഇവന്മാർ ഇപ്പോഴും മാറി നിൽക്കുന്നത്. ഹോർമൂസിലൂടെ കിട്ടുന്ന രീതിയിൽ ചില കപ്പലുകളെ സീസ് ചെയ്യും, എന്നിട്ട് പോലും അതിൻ്റെ മുമ്പ് കൂടെ ചൈനയുടെയും ഇറാൻ്റെയും ഒരുപാട് കപ്പൽ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു യുദ്ധത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു സീസ് ഫയറിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞത് ഇസ്രായേലിന് പ്രിപ്പയർ ആവാൻ സമയം കൊടുക്കുക, വീണ്ടും ഇസ്രായേലിന് അടിക്കാൻ വേണ്ടി സമയം കൊടുക്കുക, കൂട്ടത്തിൽ അമേരിക്കൻ ബേസുകൾ വീണ്ടും നിറയ്ക്കുക, ഇതൊക്കെ തന്നെ ആയിരിക്കും ഇവരുടെ പിന്നിലുള്ള ചിന്താഗതി. അപ്പോൾ ഇതാണ് ഒരു പ്രത്യേക ഒരു കാര്യപ്പെട്ട ഒരു അപ്ഡേറ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. ഇനി മറ്റു ചില കാര്യങ്ങളെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ വീഡിയോസ് ഞാൻ അവിടെ പ്ലേ ചെയ്യുന്നില്ല, ഒരുപാട് വീഡിയോസ് ഔട്ടായിട്ടുണ്ട്. ഇത് ഇറാൻ്റെ ഹന്താന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഹാക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട്. അവരിതിൻ്റെ അടക്കം പല മറ്റു രീതിയിലുള്ള പിക്ചേഴ്സും വീഡിയോസും ഒക്കെ പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ പുറത്തോട്ട് വിട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇവരുടെ ലക്ഷ്യം ഇസ്രായേലിലെ ആണവ ശാസ്ത്രജ്ഞനായിട്ടുള്ള എഹൂദ് നെക്കറാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ കോൺഫറൻസുകളിലൊക്കെ തങ്ങളുടെ രഹസ്യമായിട്ട് തങ്ങളുടെ ആളുകൾ രഹസ്യമായിട്ട് എത്തിച്ചേരുന്നു. അവിടുന്ന് വീഡിയോസും കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ഡീറ്റെയിൽസൊക്കെ അതുപോലെ അവർ ഏറ്റെടുക്കുന്നു. ശാസ്ത്രജ്ഞൻ്റെ യൂണിവേഴ്സിറ്റി മെയിൻ ബോക്സ് ഹാക്ക് ചെയ്തതായിട്ടും, പുള്ളിയുടെ യൂണിവേഴ്സിറ്റിയിലെ മെയിൻ ബോക്സ് ഉണ്ട്, അവിടെ ഉണ്ടാകുന്ന ഒരു പേഴ്സണൽ ബോക്സ് ഉണ്ട്, അത് ഹാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ആണവ മേഖലയുടെ ഭാവി എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ആളുകളുടെ വിദ്യാർത്ഥികളുടെ ഇടയിൽ തിരിച്ചറിയാത്ത രീതിയിലാണ് ഈ ഹാക്കേഴ്സ് പടർന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഇസ്രായേലിൻ്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസി ആയിട്ടുള്ള ഷബാക്കിനെ പരിഹസിച്ചുകൊണ്ടും ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ പിന്നിലുണ്ട് എന്നുള്ള ഭീഷണിയും കൂടെ ഈ വീഡിയോസിലും അല്ലെങ്കിൽ പുറത്തോട്ട് വിട്ടുള്ള ഡീറ്റെയിൽസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഹാക്കേഴ്സ് ഗ്രൂപ്പായിട്ടുള്ള ഹന്താനാണ് ഇതിന് പിന്നിൽ. ഇവർ ഇറാൻ അനുകൂല ഹാക്കേഴ്സ് ഗ്രൂപ്പാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇതിനു മുമ്പും അമേരിക്കൻ അല്ലെങ്കിൽ ഇസ്രായേലി വലിയ ആളുകളുടെ FBI ഡയറക്ടറെ പോലത്തെ IDF ചീഫിനെ പോലത്തെ ആളുകളുടെ മൊത്തം ഡീറ്റെയിൽസ് ഇവർ ഇതിനു മുമ്പും പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് ഒരു ആയുധങ്ങളല്ലാത്ത രീതിയിലുള്ള ഇറാൻ്റെ യുദ്ധം ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൈബർ സ്ഥലങ്ങളിലെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും അവിടെ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു അപ്ഡേറ്റ് ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇതേ സ്ഥാനത്ത് തന്നെ രാവിലെ വന്നിട്ടുള്ള മറ്റൊരു ന്യൂസ് പറയട്ടോ. അതായത് അമേരിക്ക കംപ്ലീറ്റ്ലി തടഞ്ഞു അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞ ഹോർമൂസിലൂടെ 2 കപ്പലുകൾ, അതും ചൈനയുടെ ഒരു കപ്പൽ, അതുപോലെ തന്നെ സിംഗപ്പൂർ ഒരു ലിക്വിഡ് ഫിൽഡ് ഗ്യാസ് ടാങ്കറും ഇന്ന് കൂളായിട്ട് അതിലൂടെ കടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്, സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ അതായത് ഷിപ്പ് റഡാറുള്ള ഇതാണ് കണ്ടിട്ടുള്ളത്. ഈ 2 കപ്പലുകൾക്കും ഇറാൻ്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ സാങ്ഷൻസ് ഉള്ള കപ്പലുകളാണ്, അതായത് ഉപരോധങ്ങളുള്ള കപ്പലാണ്. അപ്പോഴും അതിൻ്റെ ഇടയിൽ കൂടെ അമേരിക്കയുടെ കൺമുമ്പിലൂടെയാണ് ഈ കപ്പലുകൾ മുന്നോട്ട് പോയിട്ടുള്ളത്.
പിന്നെ പറയേണ്ട ചില ന്യൂസുകൾ, ഒരു ന്യൂസ് കണ്ടു, അതായത് ഈ ചാനൽ 14 റിപ്പോർട്ട് ചെയ്താണ്, അതായത് നെതന്യാഹു ക്യാൻസറായിട്ട് ഓപ്പറേഷൻ അല്ലെങ്കിൽ സർജറിക്ക് വിധേയനായിട്ടുണ്ട് എന്നുള്ള ഒരു ന്യൂസ് കണ്ടു. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ അതിൻ്റെ ന്യൂസ് എടുത്ത് ഇങ്ങനെ പിന്നാലെ പോയപ്പോഴാണ് അതിൻ്റെ കുറേ ഡീറ്റെയിൽസും അല്ലെങ്കിൽ അതിൻ്റെ മെമ്മോ അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ പുറത്തോട്ട് വന്നിട്ട് ഒന്നുമില്ല, സാധനം അടിച്ചു പോയിട്ടുണ്ട്. പ്രോസ്റ്റേറ്റിൻ്റെ എന്താ പറയുക, പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ സർജറിയാണ്, അണ്ണൻ്റെ സാധനം അടിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു സർജറി 29-ാം തീയതി നടക്കും. സർജറി നടത്താനുള്ള ഒരു എന്താ പറയുക മെഡിക്കൽ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഏതൊക്കെ ഇൻ്റലിജൻസ് ഗ്രൂപ്പ് ഹാക്ക് ചെയ്തതിൻ്റെ റിപ്പോർട്ടുകളാണ് പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇസ്രായേലി ഫിനാൻസ് മിനിസ്റ്റർ ഇന്ന് മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ട്രംപിൻ്റെ സപ്പോർട്ടോടുകൂടി വെസ്റ്റ് ബാങ്ക്, അതായത് പിടിച്ചെടുത്തുള്ള വെസ്റ്റ് ബാങ്കിലോട്ട് ഞങ്ങൾ അധിനിവേശം കംപ്ലീറ്റ് ചെയ്ത് അവിടെ 51,000 വീടുകൾ ഉണ്ടാക്കി ഞങ്ങൾ അവിടെ ഇസ്രായേലികളെ പാർപ്പിക്കാൻ പോവുകയാണ്. അതായത് വിശാല ഇസ്രായേലിൻ്റെ ഭാഗമായിട്ട് പിടിച്ചെടുക്കുന്ന ഭാഗങ്ങളുടെ ഒരു ഭാഗമാണ് ഈ വെസ്റ്റ് ബാങ്ക് പോലത്തെ ഭാഗങ്ങൾ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതിൻ്റെ പിന്നിലൂടെ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പം ആരാണ് അധിനിവേശ രാജ്യം എന്ന് ചിന്തിച്ചാൽ മതി. ഈ പറഞ്ഞ പാവപ്പെട്ട പലസ്തീനികളെ ഉന്തിത്തള്ളി പുറത്താക്കി അല്ലെങ്കിൽ സിറിയൻസിനെ ഉന്തിത്തള്ളി പുറത്താക്കി സ്ഥലങ്ങൾ പിടിച്ചെടുക്കുക, അവിടെ ഞങ്ങളുടെ വിശാല ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടുള്ള കക്കൂസും കുഴിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും നമ്മളൊരു വഴി കാണുന്നുണ്ട്. ആർക്കും ഒന്നും പറയാനില്ല, UN പറയാനില്ല, ലോകരാജ്യങ്ങൾക്കും മിണ്ടാനില്ല, ആർക്കും ഒന്നും പറയാനില്ല. എല്ലാവരും ഇങ്ങനെ വായിൽ അണ്ടിതിരികിയിരിക്കുന്ന ഒരവസ്ഥ. പിന്നെ ചില അമേരിക്കൻ പ്രൊഫൈലുകൾ അല്ലെങ്കിൽ അമേരിക്കൻ മുൻ സൈനിക ഉദ്യോഗസ്ഥരുടെയൊക്കെ പുതിയ റിപ്പോർട്ട് പ്രകാരം അമേരിക്കൻ സൈന്യത്തിൻ്റെ പക്കലുള്ള ആയുധ ശേഖരം അപകടകരമായിട്ടുള്ള രീതിയിലാണ് കുറഞ്ഞിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇത് പുറത്തോട്ട് വിട്ടിട്ടുള്ള CNN അതുപോലെ തന്നെ വാൾ സ്ട്രീറ്റ് ജേർണലിലൊക്കെയാണ് ഈ ഡീറ്റെയിൽസ് പുറത്തോട്ട് വന്നിട്ടുള്ളത്. അതായത് 50% പാട്രിയറ്റ് ഇൻ്റർസെപ്റ്റേഴ്സ് തീർന്നു കഴിഞ്ഞിട്ടുണ്ട്, ഇനി 50% ഉള്ളൂ. അതുപോലെ തന്നെ 30% ഈ ടൊമാഹോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മിസൈലുകളും തീർന്നു പോയിട്ടുണ്ട്. ഇറാൻ്റെ അടുത്ത് പോയി എന്താ പറയുക സംഭവം തീർത്തു കളഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വീണ്ടും ഈ സ്റ്റോക്കുകൾ നിറയ്ക്കണമെങ്കിൽ മിനിമം 5 മുതൽ 6 വർഷം വരെ എടുക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തോട്ട് വരുന്നത്. ഇത് ട്രംപിൻ്റെ അല്ലെങ്കിൽ പരാജയങ്ങളുടെ യഥാർത്ഥ രൂപമാണ്. ഇത് പുറത്തോട്ട് വിടാണ്ടിരിക്കാനും അല്ലെങ്കിൽ ഡീറ്റെയിൽസ് പുറത്തു വരാണ്ടിരിക്കാനുമാണ് ട്രംപ് മറ്റ് പല പോസ്റ്റുകളിട്ട് ആളുകളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഹോർമോസ് കടലിടുക്കിലെ ഉപരോധം ശക്തമാണെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോൾ ഏകദേശം 40ഓളം ഇറാനിയൻ ടാങ്കർ കപ്പലുകൾ അതിലൂടെ ക്രോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രത്യേകിച്ച് പാകിസ്ഥാൻ, ഇന്ത്യ രാജ്യങ്ങളുടെ മറ്റ് ചില ടാങ്കേഴ്സും ഇതിനിടയിൽ കൂടെ പാസ് ചെയ്ത് പോയിട്ടുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തോട്ട് വരുന്നുണ്ട്. ഇറാൻ ഭരണകൂടം തകർന്നടിഞ്ഞിരിക്കുകയാണ്. തങ്ങൾ വെടിനിർത്തൽ കരാറിലെത്തുമെന്ന് ട്രംപ് പ്രചരിപ്പിക്കുന്നത് വെറും ഒരു മറ്റ് പല കാര്യങ്ങളും മറച്ചു വെക്കാനുള്ള ട്രംപിൻ്റെ വെറും ഒരു തള്ള് മാത്രമാണ് എന്നാണ് അമേരിക്കയിലെ ഒരു വലിയ വിഭാഗം ആളുകൾ ഇപ്പം അതിനെപ്പറ്റി പുറത്തോട്ട് പറയുന്നുള്ളത്. അപ്പം ഒരു യുദ്ധം തുടങ്ങി അമേരിക്ക തോറ്റിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ യുദ്ധം കണ്ടവന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോയി ഞങ്ങളുടെ പട്ടാളക്കാരെ തീർത്തുകൊണ്ടിരിക്കുന്നതിനെതിരെ അമേരിക്കയിൽ ശക്തമായിട്ടുള്ള അമേരിക്കൻ കോൺഗ്രസ്സിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രംപിൻ്റെ കാര്യം വളരെ അബദ്ധമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പുതിയ അപ്ഡേറ്റുകളായിട്ട് പറയാനുള്ളത്. ഇനിയിപ്പം അബ്ബാസ് അരാഗ്ചി അവിടെ എത്തിയിട്ട്, ഇപ്പോൾ ഇസ്ലാമാബാദിൽ എത്തിയിട്ട് ഇനിയിപ്പോൾ ഇന്ന് ചർച്ചയാണോ നാളെയാണോ ചർച്ച എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അത് കഴിഞ്ഞിട്ടുള്ള മറ്റ് റഷ്യയിലോട്ടും ബാക്കിയുള്ള സ്ഥലങ്ങളിലോട്ടും ഒക്കെ ഉള്ള ട്രിപ്പിൻ്റെ യഥാർത്ഥ ഉദ്ദേശങ്ങളൊക്കെ പുറത്തു വരാനുണ്ട്. അതിൻ്റെ ഇടയിൽ ഇസ്രായേൽ ഇനി അടിക്കുകയോ അല്ലെങ്കിൽ ചർച്ച മുറുകി അല്ലെങ്കിൽ ഒരു നല്ലൊരു അവസാനത്തിലോട്ട് എത്തുമെന്ന് അറിയുമ്പം ഇസ്രായേൽ തങ്ങളുടെ തനി കുണം കാണിക്കുമോ എന്ന് അറിയാൻ പറ്റില്ല. ആ കുണം കാണിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നീക്കവും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങൾ സപ്പോർട്ടും ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. പിന്നെ പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ അത് ചെയ്യുക. മാക്സിമം ആളുകളുടെ ആ ഒരു ഷെയറും അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനും കൂടുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആളുകളുടെ അടുത്തോട്ട് ഇത് എത്തുന്നതും ഇങ്ങനത്തെ വീഡിയോസ് സ്പ്രെഡ് ആകുന്നതും. അപ്പം താല്പര്യമുള്ള ആളുകൾ, ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് ചെയ്യുക. അല്ലാത്ത ആളുകൾ വെറുതെ കണ്ട് പോക്കോളാം. ശരി.